മക്കളെ എങ്ങനെയൊക്കെ നമ്മളെ പൈസ തരാതിരിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉള്ള ഉടായിപ്പുകൾ ഓരോ ഇൻഷുറൻസ് കമ്പനി ആപ്പുകളിലും ആ പ്രൊസീജിയറിലും ഉണ്ട് എന്നുള്ളതാണ്. 2.5 മാസമായി എൻ്റെ ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ വേണ്ടി ഞാൻ കളിക്കുന്നു. സംഗതി ഒന്നുമില്ല, ഒരു 3-4 ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കാൻ പറ്റുന്ന മിസ്റ്റേക്ക്. നമ്മളിങ്ങനെ റിസർച്ച് ചെയ്ത് നോക്കിയാലേ നമുക്കതിൻ്റെ പിറകെ നടക്കാൻ പറ്റുള്ളൂ. ഞാനാണെങ്കിൽ ഏജൻ്റൊന്നും ഇല്ലാതെ ചേർന്നൊരു കമ്പനിയും ഈ ബാബുപ്പയിൽ എല്ലാവരും പറഞ്ഞ് നല്ല കമ്പനിയാണ്, അടിപൊളി കമ്പനിയാണെന്നൊക്കെ പറഞ്ഞ് ചേർന്നതാണ്. പഴയ കമ്പനിയിലായിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു, എനിക്ക് അവിടെ ക്യാഷ്ലെസ് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റ് കൺസൾട്ടേഷൻ്റെ ഇതും ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്ത സർജറീൻ്റെ സ്പ്ലിറ്റ് ബില്ലുമാണ് ചോദിച്ചത്. രണ്ടും എൻ്റെ കയ്യിലുണ്ട്. അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പെടുന്നൊരു പാടേ. ഇതിൻ്റെ ആപ്പിലൂടെ അയച്ചു കൊടുത്താൽ പിന്നെ ആ അയച്ചു കൊടുത്തത് ശരിയോ തെറ്റോ എന്ന് അറിയുന്നത് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ വീണ്ടും അടുത്തത് വരും. അത് അയച്ചു കൊടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ പിന്നെയും 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് കിട്ടുക. അങ്ങനെ നീണ്ട് മനുഷ്യനെങ്ങനെ സമ്മർദ്ദത്തിലാക്കുകയാണ്. എല്ലാ കമ്പനികളും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഇന്നിപ്പോൾ അത് രാത്രി ഇതപ്പം കണ്ടപ്പോൾ അതാണ് മിസ്സിങ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് ആൾക്കാരോട് നേരിട്ടൊന്നും സംസാരിക്കാനുള്ള ഒരു ചാൻസ് കിട്ടുന്നില്ല. അതാണ് ഈ പ്രശ്നം. സംസാരിക്കാൻ നേരിട്ടൊരു ചാൻസ് കിട്ടിയാൽ നമുക്ക് തന്നെ അയച്ചു കൊടുക്കായിരുന്നു, നമുക്കവിടെ കാര്യങ്ങൾ പറയായിരുന്നു. ഇത്രയും ദുഷ്കരമാണ്. ഇനി അറിയാനുള്ളത് ഈ നിവാബുപ്പ എന്ന് പറഞ്ഞ കമ്പനിക്ക് ഇവിടെ ഓഫീസൊന്നും ഇല്ല എന്നുള്ള അറിയേണ്ടത്. ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കായിരുന്നു, അതാണ് നല്ലത്. ഇപ്പോൾ 2.5 മാസമായി ഞാൻ ഇതിൻ്റെ പുറകെ നടക്കാൻ തോന്നുന്നു. ചിലപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും, കമ്പനീൻ്റെ കുഴപ്പമാവില്ല. കാരണം അത് എത്തിച്ച് കൊടുക്കുന്നതിലും അത് അപ്ലോഡ് ചെയ്യുന്നതിലും പറ്റിയ മിസ്റ്റേക്ക് ആയിരിക്കും. മനസ്സിലായില്ലേ? ഞാൻ വെറും സ്ക്രീൻഷോട്ട് എടുത്ത പേപ്പറാണ് അവിടെ അയച്ചു കൊടുത്തത്. ആയിരിക്കാം അവർക്ക് PDF വേണ്ടിയിരിക്കാം. പക്ഷേ ഇതൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? മനുഷ്യന്മാരും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കണ്ടേ? ഇത് ടെക്നോളജിയും മനുഷ്യനും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പോളിസി എടുക്കുമ്പോൾ മനുഷ്യനല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ അഭാവം എന്നെ വല്ലാതെ അലട്ടുകയാണ്. ടെക്നോളജിയിലെ കാര്യങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ അതിൽ ശരിയാണോ, അയച്ചത് ശരിയാണോ തെറ്റാണോ എന്ന് പിന്നെ അറിയുന്നത് 2 ആഴ്ച കഴിയുമ്പോൾ. അന്നേക്ക് അപ്രൂവലിൻ്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ അത് അപ്രൂവൽ വൈകിപ്പിക്കാൻ വേണ്ടിയുള്ള അടുത്ത സ്റ്റെപ്പായിട്ടാണ് അത് വരുന്നത്. അതങ്ങനത്തെ ഇതെല്ലാം ഇൻഷുറൻസ് കമ്പനി ഇങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഓക്കെ, ഞാൻ ഈ പോസ്റ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. കസ്റ്റമർക്കിടയിൽ ചർച്ചകൾ നടക്കണം, അപ്പോഴേ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാട്ടോ. ഓക്കെ, കമ്പനി ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. ചിലപ്പോൾ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ആയിരിക്കും. പക്ഷേ കമ്പനിയായിട്ട് ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ചാൻസ് എനിക്ക് ഉണ്ടാവണം. അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ബൈ.